നമസ്കാരം. കലാലയങ്ങൾ ഇന്ന് വിഘടനവാദത്തിന്റെയും മതതീവ്രവാദത്തിന്റെയും പരീക്ഷണശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പഠന ക്യാമ്പിന്റെ പോസ്റ്ററുകൾ പുറത്തു വന്നപ്പോൾ കേരളം നടുങ്ങിയത് വെറുതെയല്ല. സാംസ്കാരിക കേരളത്തിന്റെ നെഞ്ചിലേക്ക് ആഗോള ഭീകരത പ്രതിഷ്ഠിക്കാനുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഈ പോസ്റ്ററുകളിലൂടെ അവർ നടത്തിയിരിക്കുന്നത്. മാരകമായ ആയുധങ്ങളെക്കാൾ ഭീകരമാണ് ക്യാമ്പസുകളിലെ യുവ മനസ്സുകളിലേക്ക് കുത്തിവെക്കുന്ന മതഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ. SIO തങ്ങളുടെ ക്യാമ്പ് പോസ്റ്ററിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ മാതൃകകളായി അവതരിപ്പിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ചോര വീഴ്ത്തിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരെയാണ്. ഈ ചിത്രങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെ കേരളത്തിലെ യുവാക്കളെ തീവ്രവൽക്കരിക്കാനുള്ള പരസ്യമായ അജണ്ടയുടെ ഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദിയാണ് ഈ പോസ്റ്ററിലെ പ്രധാനി. ഭാരതത്തിന്റെ വിഭജനത്തിന് ആക്കം കൂട്ടിയ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർത്ത പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന അപകടകരമായ ആശയത്തിന്റെ പിതാവാണ് ഇയാൾ. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തള്ളിപ്പറയുകയും ഇസ്ലാം മതത്തിന്റെയും മാത്രം ഭരണം സ്ഥാപിക്കണമെന്ന് വാദിക്കുകയും ചെയ്ത മൗദൂദിയുടെ ആശയങ്ങളാണിന്ന് കാശ്മീരിലും ലോകത്തിലെ വിവിധ കോണുകളിലും വിഘടനവാദത്തിന് വളം വെക്കുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളെയും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് SIO മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത്. ഇസ്രയേലിൽ ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ലോകമെമ്പാടും ചാവേർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഹമാസ് എന്ന ക്രൂര ഭീകര സംഘടനയുടെ സ്ഥാപകനാണ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ. മാനവികതയ്ക്ക് തന്നെ ഭീഷണിയായ ഒരു ഭീകര സംഘടനയുടെ തലവനെ ആദരിക്കാനും അയാളുടെ ചിന്തകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യാനും SIO തുനിയുമ്പോൾ ഇവർ വിദ്യാർത്ഥികളെ വളർത്തുന്നത് നാളത്തെ ചാവേറുകളായാണെന്ന് പറയേണ്ടി വരും. ആഗോളതലത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദത്തിന്റെ ഈറ്റില്ലമായ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഹസനുൽ ബന്ന. ലോകം മുഴുവൻ തങ്ങളുടെ മതനിയമങ്ങൾക്ക് കീഴിലാക്കാൻ ആയുധമെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഭീകരൻ. ഈ ചോരക്കറ പുരണ്ട ചരിത്രമുള്ളവരെയാണ് സാംസ്കാരിക കേരളത്തിലെ കലാലയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്ന് SIO പറയുമ്പോൾ ഇതിനു പിന്നിലെ രാജ്യദ്രോഹ കുറ്റം എത്രത്തോളം വലുതാണെന്ന് നാം ചിന്തിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ ഒളിച്ചിരുന്ന് SIO ലക്ഷ്യമിടുന്നത് വരും തലമുറയെ പൂർണ്ണമായും ഭീകരവൽക്കരിക്കാനാണ്. ചിന്തിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള വിദ്യാർത്ഥികളുടെ ശേഷിയെ മതഭ്രാന്ത് കൊണ്ട് മൂടുകയാണ് ഈ ക്യാമ്പസുകളിലൂടെ ഇവർ ചെയ്യുന്നത്. സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ പോലും ഇരവാദവും വേർതിരിവും പഠിപ്പിച്ച് സമൂഹത്തിനെതിരെ തിരിച്ചുവിടാൻ ഇവർ ശ്രമിക്കുന്നു. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കേരളത്തിൽ നിന്ന് IS ഭീകരരിലേക്ക് യുവാക്കളും യുവതികളും റിക്രൂട്ട് ചെയ്യപ്പെട്ട സംഭവം നാം മറന്നിട്ടില്ല. അത്തരം റിക്രൂട്ട്മെന്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രത്യയശാസ്ത്രം ഈ മൗദൂദിസവും ഹമാസ് അനുകൂല ചിന്താഗതികളുമാണ്. കലാലയങ്ങളെ ഇതിനുള്ള വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയാണ് SIO. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നങ്ങളെയോ സാംസ്കാരിക പൈതൃകത്തെയോ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. വന്ദേമാതരവും ഭാരത് മാതാ കീ ജയും വിളിക്കുന്നത് പാപമായി കാണുന്ന ഒരു വിഭാഗം ക്യാമ്പസുകളിൽ രാജ്യവിരുദ്ധ ചിന്തകൾക്ക് വിത്ത് പാകുകയാണ്. കേരളത്തിൽ ഭരണം മാറിയതോടെ ഈ തീവ്രവാദ ശക്തികൾക്ക് പുതിയ ജീവശ്വാസം കിട്ടിയിരിക്കുകയാണ്. നിലവിലെ UDF സർക്കാർ അധികാരത്തിലേറിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളുടെ പരസ്യമായ വോട്ട് ബാങ്ക് പിന്തുണയോടെയാണ്. ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്ററുകൾ പരസ്യമായി ഒട്ടിക്കാനുള്ള ധൈര്യം ഈ സംഘടനകൾക്ക് നൽകുന്നത്. ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ജമാഅത്ത് ഇസ്ലാമി, SIO, UDF ഈ മുന്നണികൾ വോട്ട് ബാങ്കിന്റെ സമ്മർദ്ദ ശക്തിയായി മാറുന്നു. മതസൗഹാർദ്ദം തകർക്കൽ, യുവാക്കളിൽ തീവ്രവാദം കുത്തിവയ്ക്കൽ, സോളിഡാരിറ്റി, വിമാനത്താവള ഉപരോധം പോലുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുക, ഇവയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം സോളിഡാരിറ്റി നടത്തിയ ഉപരോധ സമരത്തിൽ ഇതേ ഹമാസ് ഭീകരരുടെ പ്ലക്കാർഡുകൾ പരസ്യമായി ഉയർത്തിയിട്ടും അന്നത്തെ ഭരണകൂടം കാര്യമായ നടപടികൾ എടുത്തിരുന്നില്ല. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ക്യാമ്പസുകളിലേക്കും ഇത് പരസ്യമായി കടന്നു വരുന്നത്. UDF സർക്കാരിന്റെ മൃദു സമീപനവും പോലീസിന്റെ നിഷ്ക്രിയത്വവും കാരണം തങ്ങൾക്ക് എന്തുമാകാമെന്ന അവസ്ഥയിലാണ് ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ പോഷക സംഘടനകളും ഇപ്പോൾ നിലകൊള്ളുന്നത്. വോട്ടിനു വേണ്ടി രാജ്യസുരക്ഷ പണയം വെക്കുന്ന കോൺഗ്രസ് നയത്തിന്റെ ദുരന്തഫലമാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത്. കേരളത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും സഹിഷ്ണുതയെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ഒരു കൂട്ടം കപട സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ഇവിടെ തന്നെയുണ്ട്. എന്നാൽ ക്യാമ്പസുകളിൽ ഹമാസിന്റെയും ഇസ്ലാമിക ബ്രദർഹുഡിന്റെയും നേതാക്കൾ ആദരിക്കപ്പെടുമ്പോൾ ഇവർക്കെല്ലാം പെട്ടെന്ന് നാവും കാതും നഷ്ടപ്പെടുന്നു. ഭീകരവാദത്തിന് മതമില്ലെന്ന് പറയുന്നവർ തന്നെ ഭീകരവാദത്തിന്റെ ആചാര്യന്മാരെ സ്വന്തം പോസ്റ്ററുകളിൽ വെച്ച് ആരാധിക്കും
സംഭവിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് കുറ്റകരമായ പങ്കാളിത്തമാണ്. ഈ മൗനം കേരളത്തെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ഈ വോട്ട് ബാങ്കിനെ ഭയപ്പെടുമ്പോൾ കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ ഉയരുന്ന ഈ ഭീകരവാദ ചിത്രങ്ങൾ നാളെ കേരളത്തിന്റെ തെരുവുകളിൽ ഉയർന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കേരളത്തെ മറ്റൊരു കാശ്മീരോ താലിബാനോ ആക്കി മാറ്റാൻ സമ്മതിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇന്ന് രംഗത്തുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. ദേശവിരുദ്ധ ശക്തികൾ ക്യാമ്പസുകളെ വിഴുങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ABVP പോലുള്ള ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ വിഘടനവാദ ചിന്തകൾക്ക് പകരം രാജ്യസ്നേഹവും ഒത്തൊരുമയും വളർത്താനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇസ്ലാമിക അധിനിവേശങ്ങളുടെയും ജിഹാദിന്റെയും മാതൃകകൾ കേരളത്തിലെ കൗമാരക്കാരിലേക്ക് എത്തിക്കാനാണ് SIO ശ്രമിക്കുന്നത്. ഗാസയിലെയും മിഡിൽ ഈസ്റ്റിലെയും ചോരപ്പുഴകളെ ആദർശവൽക്കരിച്ച് കാണിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ പൊതുസമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടുത്ത വിരോധം വളർത്താൻ ഇത്തരം പഠന ക്യാമ്പുകൾ ആസൂത്രിതമായി ഉപയോഗിക്കപ്പെടുന്നു. ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന രീതിയിലുള്ള കപട ഇരവാദം സൃഷ്ടിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥിരം രീതി. ഇതിന്റെ തുടർച്ചയായി ഇവിടെ ജീവിക്കണമെങ്കിൽ ആയുധമെടുക്കണമെന്ന് വാദിച്ച ഹസനുൽ ബന്നയെയും അഹമ്മദ് യാസിനെയും പോലുള്ള ഭീകരരെ മുൻനിർത്തി പുതിയ കാലത്തെ റിക്രൂട്ട്മെന്റുകൾക്ക് അടിത്തറയിടാനാണ് ഈ നീക്കം. കലാലയങ്ങളുടെ മതേതര സ്വഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി തീവ്രവാദ ചിന്താഗതിക്കാരുടെ താവളമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ആഗോള ഭീകര സംഘടനകളുടെ തലവന്മാരെ പരസ്യമായി പ്രകീർത്തിച്ചിട്ടും സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും പുലർത്തുന്ന നിസ്സംഗത ഞെട്ടിക്കുന്നതാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള UDF മുന്നണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും പൂഴ്ത്തിവെക്കപ്പെടുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യദ്രോഹ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ UAPA ചുമത്തി നടപടിയെടുക്കാൻ സർക്കാർ ഭയപ്പെടുന്നത് കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത്. കേരളത്തിലെ പൊതുസമൂഹവും സുരക്ഷാ ഏജൻസികളും ഒരുപോലെ അതീവ ജാഗ്രതയോടെ കാണേണ്ട മറ്റൊരു ഏറ്റവും വലിയ പ്രധാന വശം ഇത്തരം തീവ്രവാദ ആശയങ്ങൾ ക്യാമ്പസുകളിലേക്ക് കടത്തിവിടുന്നതിലൂടെ ഇവിടുത്തെ സാമൂഹിക ഐക്യത്തിലും പരമ്പരാഗതമായ ഹൈന്ദവ ക്രൈസ്തവ സൗഹാർദ്ദത്തിലും വലിയ വിള്ളലുണ്ടാക്കാൻ ഈ ശക്തികൾക്ക് സാധിക്കുന്നു എന്നതാണ്. ഭാരതത്തിന്റെ പൈതൃകത്തെയും ദേശീയതയും പൂർണ്ണമായും തള്ളിപ്പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വിനാശകരമായ ചിന്താഗതിയാണ് SIO പോലുള്ള സംഘടനകൾ വിദ്യാർത്ഥികളിലേക്ക് കുത്തിവെക്കുന്നത്. സാധാരണക്കാരായ മുസ്ലിം വോട്ടർമാരെയും യുവാക്കളെയും മുഖ്യധാര സമൂഹത്തിൽ നിന്ന് ബോധപൂർവം ഒറ്റപ്പെടുത്തുകയും അവരിൽ കപടമായ വേർതിരിവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കുകയുമാണ് ഇവരുടെ ശൈലി. തങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹപരമായ അജണ്ടകൾക്ക് വിദ്യാഭ്യാസ അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള കപടമായ ലേബലുകൾ ഒട്ടിച്ചാണ് ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. സാംസ്കാരിക കേരളത്തിന്റെ പ്രബുദ്ധതയെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വൻ ഗൂഢാലോചനകളുടെ പ്രാദേശിക ഉപകേന്ദ്രങ്ങളായി ഈ സംഘടനകൾ മാറുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ഭാരതീയ ജനതാ പാർട്ടിയും ABVP പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും പ്രതിരോധമുയർത്തും. വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ഭീകരതയുടെ ആചാര്യന്മാർക്ക് കാവലിരിക്കുന്ന UDF സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പും നിസ്സംഗതയും കേരളത്തിലെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആഗോള ഭീകരരെ പ്രകീർത്തിക്കുന്ന പോസ്റ്ററുകൾ ഒട്ടിച്ച SIO നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം. അതിന് UDF സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കണം. മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ കലാലയങ്ങളിൽ പോയി പഠിക്കുന്നത് ഇത്തരം തീവ്രവാദ ആശയങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തണം. മക്കളുടെ കൂട്ടുകെട്ടുകളും അവർ പങ്കെടുക്കുന്ന ക്യാമ്പുകളും കൃത്യമായി നിരീക്ഷിക്കപ്പെടണം. കേരളത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്ന ഈ ദേശവിരുദ്ധ ശക്തികളുടെ മുഖംമൂടി പൂർണ്ണമായും വലിച്ചു കീറാൻ സമയമായി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഭീകരതയ്ക്ക് കൂട്ടുപിടിക്കുന്ന UDF സർക്കാരിന്റെ കപടത ജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.